നമ്മൾ ഇവിടുന്ന് റനക്കുട്ടിക്ക് അറിയില്ല കൊണ്ടുപോകാൻ പോവാണ് കേട്ടാ. എന്നെ മാത്രം നിങ്ങൾക്ക് വിലയില്ലാത്തതുള്ളൂ. അതെ, എന്തപ്പോ വിലയില്ല. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഒരു മാസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയായിരുന്നു സംഭവങ്ങൾ എന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൽ ചെറിയൊരു കാര്യം മാത്രമേ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇത് ഏതാ സ്ഥലം, എന്തിനാ ഇവിടെ വന്നത്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പറയാണ്. എനിക്ക് ആ ഒരു സമയങ്ങളിൽ അമ്മ ഹജ്ജിന് പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ നല്ല ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വേറെ കുറേ പ്രോബ്ലംസും ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഭാവിയിലേക്ക് മാറ്റി വെച്ചിരുന്നത് അവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളും വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. ഒരു 3 ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആവുന്ന പോലെ ആയപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം എന്ന് തോന്നിപ്പോയി. അങ്ങനെ ഒരു 3-4 ദിവസം ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. മക്കളെ റനാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 ദിവസം എൻ്റെ ഫ്രണ്ടില്ലേ ലാസിമ, അവളുടെ ക്ലിനിക്കിലായിരുന്നു. അവിടുത്തെ കാര്യങ്ങളാണ്. ആ സമയത്ത് ഞാൻ ഉള്ള സമയത്ത് കുറച്ച് ക്ലിപ്സൊക്കെ കണ്ടപ്പോൾ എടുക്കണം തോന്നി. അതെടുക്കാൻ വേറെ ഒന്നുമല്ല, റീസൺ അവിടെ വ്ളോഗാക്കാൻ വേണ്ടിയിട്ട് എടുത്തതും അല്ല. ലാസിമാൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഡോക്ടറാണ്, ആയുർവേദിക് ഡോക്ടറാണ്. നിങ്ങൾ എൻ്റെ ഇച്ചു ബേബീൻ്റെ പ്രസവ സമയത്തുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൽ ലാസിമാനെ കാണാം. അവരിപ്പോൾ പോസ്റ്റ് നാറ്റൽ കെയർ നടത്താണ്. എനിക്ക് അടിപൊളിയായിട്ട് എൻ്റെ ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ മാറിയത് പ്രസവശേഷം ലാസിമാൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ വലിയ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രസവിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തു എന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് കാണിച്ചത് ഉള്ളി ലേഹം അതാണ്. അവർ വീട്ടിൽ തന്നെ അത്രയ്ക്കും നല്ല രീതിക്ക് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ്. അവിടെയുള്ള പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പ്രത്യേകിച്ച് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രീ ഓർഡർ എടുത്തിട്ട് അവരുണ്ടാക്കി തരും കേട്ടോ. പിന്നെ അവർ അവിടെ എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയില്ലാത്ത കുറവോ എൻ്റെ വിഷമങ്ങളോ ഒന്നും എന്നെ ബാധിക്കാതിരിക്കാൻ ആ ഒരു 2-3 ദിവസം അത്രയും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടതൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടും ഒക്കെ. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെയാണ് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ലാസിമ പറഞ്ഞു, പെരുന്നാളല്ല വരാൻ പോകുന്നത്, അപ്പോൾ പെരുന്നാളിന് ഇവിടെ എന്തായാലും അമ്മ ഇല്ലാത്തത്, എല്ലാവരും നാട്ടിലേക്ക് പോകണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് പെരുന്നാൾ ഉണ്ടായിരുന്നത്. അങ്ങനെ പെരുന്നാളിന് മക്കളെയും കൂട്ടിയിട്ട് ഞാൻ ലാസിമാൻ്റെ അവിടെയാണ് പെരുന്നാൾ നമ്മൾ കൂടിയത്. തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു 10-10:30 ആവുന്ന സമയത്ത് എന്നെയും കൂട്ടിയിട്ട് പോയി. രാത്രി റനക്കുട്ടിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ അവർ അവിടെ നിന്ന് അങ്ങനെ ഡ്രസ്സ് എടുത്ത് തന്നു. അങ്ങനെ അമ്മയില്ലാത്ത ഒരു കുറവോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. മൊത്തത്തിൽ ഡിപ്രഷനായിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ അത്രയും കെയർ ചെയ്ത് നോക്കാൻ ചിലപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ വേണമെന്നില്ല. രക്തബന്ധം അല്ലെങ്കിൽ പോലും ഇതുപോലെ സ്നേഹിക്കാനുള്ള ആൾക്കാർ മതി കേട്ടോ. അങ്ങനെ അവരെന്നെ കംഫർട്ടബിളാക്കി നിർത്തി. അപ്പോൾ പെരുന്നാളിന് ഫുഡ് പുറത്തുനിന്നാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തലശ്ശേരി ആ ഒരു ടൈപ്പ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ്. അത് ഇവിടുത്തെ പേഷ്യൻസിന്, അതായത് വലിയ ക്ലിനിക്കാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് പ്രൊമോഷനാണെന്ന് ആരും വിചാരിക്കരുത്. ഇവരാരും പറഞ്ഞിട്ടേ അല്ല ഞാൻ വീഡിയോ എടുത്തത്. എൻ്റെ സന്തോഷം കൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ പേഷ്യൻസിന് ഓരോ അപ്പാർട്ട്മെൻറ്റാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഞാനും മക്കളും പോകുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇത് മൊത്തത്തിൽ മാറ്റി വെച്ചതാണ്. ഇതിൽ 2 ബെഡ്റൂം, ഹാള്, ട്രീറ്റ്മെൻറ്റ് റൂം സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. സോ അതേപോലെ കുറേ പേഷ്യൻസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ചേച്ചിമാരൊക്കെ റെഡിയാക്കാണ്. ഉമ്മമാരെല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് അവർ കൊണ്ട് കൊടുക്കാനായിട്ട് പോയി. ഇനിയിപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളെല്ലാവരും ഉണ്ട്. ലാസിമാക്ക് ഇപ്പോൾ 3 കുട്ടികളായി. എനിക്ക് അന്ന് ട്രീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് 2 മക്കളായിരുന്നു. അതിനുശേഷം ആളൊരു മോനെയും കൂടെ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ.
6 മാസമായിട്ടുള്ളൂ മോനും എന്താ പറയുക, നമുക്ക് നമ്മുടെ വിഷമങ്ങളൊന്നും അറിയിക്കാതിരിക്കാൻ എന്നെ കുറേ കാലം പരിചയമുള്ള പോലെ വെറുതെ നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് കാണിക്കുമായിരുന്നു കേട്ടോ. അവിടെയുള്ള ആ ഒരു 2-3 ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനങ്ങനെ പെട്ടെന്ന് ആരുമായിട്ടും കണക്റ്റായി അവരെ വിളിക്കുക അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോവുക അങ്ങനെ ഒന്നും ചെയ്യാത്ത ആളാണ്. ബട്ട് എന്തോ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ലാസിമാനെ കോണ്ടാക്ട് ചെയ്യണം തോന്നി. കാരണം ലാസിമ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യും, എടാ നീ ഓക്കെ അല്ലേ, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്ക്, ഞാൻ ഉപ്പയും വരാട്ടോ വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും എൻ്റെ ലക്കാണ് അവരെനിക്ക് കിട്ടിയത് എന്ന് പറയാൻ, ഒരു ഫാമിലീനെ പോലെ. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ ട്രിപ്പ് പെരുന്നാൾ വ്ലോഗ് എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ട എൻ്റെ പെരുന്നാളൊന്നല്ല ഇന്നത്തെ പെരുന്നാൾ. ടോട്ടലി ഡിഫറെന്റ് ആയിട്ട്. 18 വയസ്സ്. അതായത് ഇവള് മേജർ ആവുന്നതിന് മുമ്പുള്ള ലാസ്റ്റത്തെ പെരുന്നാളാണ് നമ്മുടെ റാനക്കുട്ടി പറഞ്ഞത്. പിന്നെ റാനക്കുട്ടീന്റെ റിസൾട്ട് വന്നു. അങ്ങനെ ഒരു സംഭവം അത് നമ്മള് വീഡിയോ ആക്കിയിട്ടില്ല. സാധാരണ നമ്മളെല്ലാം ആക്കാറുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലും +1 ചെയ്തു, പക്ഷെ +2 ചെയ്യാൻ മനക്കരുത്തുണ്ടായിരുന്നില്ല. എന്നിട്ടില്ലേ റന വന്നിട്ട് ഓരോരുത്തര് കേക്ക് കട്ട് ചെയ്യണ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു. ഞാൻ പറയട്ടെ, അത്യാവശ്യം നല്ല പെർസെന്റേജോടെയാണ് പാസ്സായത്. എന്നെക്കാട്ടിയും കുറവ് പെർസെന്റേജ് ഉള്ള ആൾക്കാരുടെ പാരന്റ്സ് ഒക്കെ കേക്ക് കൊണ്ടുവന്ന് അവർ മുറിക്കണോ സെലിബ്രേറ്റ് ചെയ്യണോ. ഞാൻ എന്നിട്ട് പറയാം, എന്നെ മാത്രം നിങ്ങൾക്ക് വില ഇല്ലാത്തതുള്ളൂ. അതെ, എന്തപ്പോ വിലയില്ല. ഞാൻ നിനക്ക് പറഞ്ഞുതരാം, നീ ഇങ്ങോട്ട് വാ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പിന്നല്ലേ നമ്മള് നമ്മുടെ വീട്ടിലല്ല, എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇച്ചു ബേബിന്റെ പ്രസവത്തിന്റെ ആ സമയത്തുള്ള വീഡിയോസ് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം. ലാസിമ അല്ലേ എൻ്റെ ഡോക്ടർ, എൻ്റെ സ്വന്തം ഡോക്ടർ. എനിക്ക് സ്വന്തമായിട്ടൊരു ഡോക്ടറൊക്കെ ഉണ്ട് ഗായ്സ്. അവരെ വീട്ടിലാണ്, അവരെ ക്ലിനിക്കിലാണ്. അതായത് രണ്ടും കൂടെ തല്ലുകൂടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ശരി, ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. എവിടെ ലാസിമ നമുക്കൊന്ന് സംസാരിച്ചാലോ? ഇതാണ് കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഡോക്ടർ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്രയും നേരം ലാസിമിന്റെ ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ കാണിക്കാം. ലാസിമിന്റെ ഹോസ്പിറ്റലിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, വമ്പൻ സെറ്റപ്പാണ് ആള്. എന്തപ്പോ ആള് ഏത് ലെവലിലാണ് ആയിരിക്കും ഞാൻ കാണിക്കണമെങ്കിൽ അതുവരെ എത്തണം എന്ന് സംഭവം. ഞാനിങ്ങനെ മേലേക്ക് ആക്കി കാണിച്ചു തരാം, നോക്കിക്കോട്ടോ. അവരുടെ ഹോസ്പിറ്റൽ എത്ര വലുതാണ് ഗായ്സ്, കണ്ടോ? അതായത് അല്ലോ ഒന്ന് വിശദീകരിക്കോ? അതായത് പ്രസവരക്ഷ കംപ്ലീറ്റ് ആയിട്ട് ലാസിമ ഇവിടെ കംപ്ലീറ്റ്. വെള്ളം തരാം. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. റനക്കുട്ടി പറഞ്ഞ കേക്ക് കാണിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും മുറിക്കണോ, എന്നെ മാത്രം വിലയില്ല എന്ന്. അങ്ങനെ ലാസിമ നമ്മുടെ റനക്കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടില്ല. അപ്പോൾ കേക്ക് വാങ്ങി ആൾ ഓൾറെഡി ഉണ്ടാക്കി ഓർഡർ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് റനക്കുട്ടിക്ക് അറിയില്ല കൊണ്ടുപോകുവാണ് കേട്ടോ. തലേ ദിവസം റനക്കുട്ടി തന്നെ സ്വയം കേക്ക് വാങ്ങിയിട്ട് ഇതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാസിമ പറഞ്ഞു, എടാ അവിടെ നിന്ന് വാങ്ങണ്ട, നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം, ഞാൻ ഓർഡർ ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റനക്കുട്ടിക്ക് അറിയാതെ അവർ ഓർഡർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കേക്ക് എടുക്കാൻ വന്നപ്പോൾ ദേ ഇവിടെ പേഷ്യൻസിന് കൊടുക്കാനുള്ള ഫുഡ്, റാഗി കുറുക്കിയത്, പിന്നെ പഴംപൊരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ അതും കൂടെ എടുത്തു. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളി ക്വാളിറ്റിയാണ്, അവരുടെ കെയറിങ് അത്രയും അടിപൊളിയാണ് കേട്ടോ. ലാസിമയും പിന്നെ ലാസിമാൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് ആ ഒരു സ്ഥാപനം നടത്തുന്നത്. പിന്നെ കുറേ സ്റ്റാഫ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമുക്കൊന്നും അറിയണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വീട്ടിൽ പണിക്ക് നിർത്തിയാൽ അവർക്ക് 40,000-50,000 രൂപ കൊടുക്കണം, പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, ഇങ്ങനെ കുറേ സംഭവങ്ങളില്ല. പക്ഷെ ഇവിടെ കൊണ്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാവരും വന്നോ? അപ്പോൾ അതേ കേക്ക് നമ്മൾ റനക്കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് ചളവളാന്നിട്ട് പിന്നെ അയ്യോ അത് നമുക്ക് സർപ്രൈസ് ആവും. റനക്കുട്ടിക്ക് അറിയില്ല കേട്ടോ.
എങ്ങനെയുണ്ട് റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അവളെ ആരും മൈൻഡ് ചെയ്യണില്ല, അവൾ ചെയ്ത അച്ചീവ്മെൻറ്റിന് ഒരു വിലയില്ല എന്നൊക്കെ പാവം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ സർപ്രൈസ് ആയിട്ട് നല്ല സ്കോർ ചെയ്തു. ശരിക്കും അവളുടെ ഈ ഒരു സിറ്റുവേഷനിൽ അവൾ വാങ്ങിച്ച മാർക്ക് വലിയ സംഭവമാണ്. ആ ഒന്നും പറയണ്ട ഹെസു. റെന തട്ടം ഇട്ടാ ഷോളൊക്കെ ശരിയാക്കൂ. ബാ 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 നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാക്കമ്മാ. ബാ മതി മതി ബാ, അത് കുഴപ്പമില്ല, അത് സാരമില്ല. ഹയൻ വാടാ, വാ ഒരു വീഡിയോ എടുക്കാൻ പോണു നമ്മൾ, വേം വാ. ഹയൻ എനിക്ക് വാ, മതി അവിടെ വെച്ചിട്ട് വാ. എടി വാന്ന് വാ. വേണ്ട വേണ്ട, ഇത് കൊളാക്കും. മതി അവിടെ വെക്കോ, ഒന്ന് വരുമോ? അവിടെ ഒക്കെ ഉണ്ട്. വാ ഹയ വാടാ. സ്പ്രേ ഒന്നും വേണ്ട, വീഡിയോയിൽ സ്പ്രേ ഒന്നും മണക്കൂലെന്ന്. മതി വാ. പെരുന്നാൾ ഡേ ആയതുകൊണ്ട് പെരുന്നാൾ റീൽ എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വിളിക്കുന്നത്. ഈദ് മുബാറക് പറ ഹയൻ. ഇനി ഒന്നും കൂടെ ഇച്ചു ബേബി പറ. അപ്പൊ അവരവിടെ നിനക്ക് വേണ്ട വേണ്ട, അവിടെ നിന്നോ. ഓക്കെ ഇപ്പൊ വരാം. ഓക്കെ റൈന വാ 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 വാ. ലാസിമ ലാസിമ എന്തിന് എന്തിന് ഓടാ ദീദി പൊട്ടിയില്ലേ? ഒരു താങ്ക്സ് ഹഗ്ഗൊക്കെ ചെയ്യാം. എന്നെയല്ല കൊറേ തീം കണ്ടുപിടിച്ച് ചെയ്തിരിക്കണം റന നിനക്ക് വേണ്ടിട്ട്. പാടി ചുച്ചു നീ വീഡിയോ എടുത്തോ. ഒന്നും ചെയ്യണ്ട, ഇതിങ്ങനെ ആ അന്ന വീഡിയോ എടുക്കും. അന്ന സെറ്റ് നമ്മൾ അവിടെ വെക്കും. ഇങ്ങനൊന്നും പറയണ്ട. ഇങ്ങോട്ട് വാടാ ഹയാൻ, ഇങ്ങോട്ട് വാ.
അയ്യാൻ ഇവിടെ നിന്ന് എടുക്ക്, ഇത്രയും അടുത്തുനിന്ന് എടുക്ക്. ഒരു അങ്ങോട്ട് പോ. ചുച്ചു എനിക്ക് വായ വെച്ചാൽ പണ്ടോളം മാറുന്ന കേൾക്കാണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അടി വാങ്ങി ഞങ്ങളങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ലാസിമാൻ്റെ സർപ്രൈസ് ആയിരുന്നു. ലാസിമ തലേ ദിവസം തന്നെ നെറ്റിലൊക്കെ നോക്കി നല്ല അടിപൊളി മോഡലൊക്കെ കണ്ട് അവർ സ്ഥിരം കേക്ക് കൊടുക്കുന്ന ആൾക്ക് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ മക്കളെയൊക്കെ പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് പരിഗണിക്കുന്ന സമയത്ത് അവരുടെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഉന്നമ്മ ആണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. കേക്ക് വേണം ഇന്നലെ ചോദിച്ച് വാങ്ങിയിട്ട് എന്റെ അമ്മ മേടിച്ചു തന്നില്ല. എന്റെ എന്ത് സ്നേഹമുള്ള മേമ മേടിച്ചു. മേമക്ക് എന്നിട്ട് നീ ഹഗ് കൊടുത്തില്ലല്ലോ. ഇതില് കോമഡി ഇവര് പ്ലാൻ ചെയ്യണത് ഞാൻ തൊട്ടിപ്പുറത്തുള്ളപ്പോഴാണ്. എന്നിട്ട് അവരെന്നെ പറയാ അവൾക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. നമ്മളെത്ര വലിയ വിഡ്ഢികളായിരുന്നു. നമ്മളെത്ര വലിയ വിഡ്ഢികളായിരുന്നു. പക്ഷെ നീ മൊബൈലല്ലേ നോക്കിട്ടിരുന്നത്. ദീദിക്ക് മനസ്സിലായില്ല. ദീദിക്ക് അറിയാം. അത് മാത്രമല്ല എനിക്ക് ആ നാച്ചുറൽ എക്സ്പ്രഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. ഇത് വേണ്ടേ വെച്ചോ വെച്ചോ. അതും ഒരു മോൾഡ് പോലെയുള്ള അങ്ങനെയല്ല. കൈ 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 അത് ക്യാമറയുടെ ബാക്കിലേതല്ലേ. വേണ്ട ഞങ്ങൾ ആരെങ്കിലും ഒക്കെ കഴിച്ചോ. താത്താൻ്റെ വയൽ കൊണ്ട് വെച്ചെടുത്തോ. പൂക്കൾ കളക്ഷൻ എന്താ റിസ്മ. ആ അത് കട്ട് ചെയ്തോ, അതാ നല്ലത്. വളരെ സിമ്പിൾ. അതിലേതോ ഭാഗമൊക്കെ വലുത് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് കട്ടിയത്. അതെ, പക്ഷെ മറ്റേ സാധനങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഇല്ലടി ഉണ്ടാവില്ല. ഇതൊക്കെ നല്ല നല്ല പീസൊക്കെയാണ്. എന്തായാലും നല്ല കേക്ക് കേട്ടോ. ക്വാളിറ്റി. മാംഗോ, ഞങ്ങളുടെ സ്വന്തം മാംഗോ. ഇഷ്ടപ്പെടാം. അടിപൊളി കേക്കൊക്കെ പൊളിച്ചു. സ്വന്തമായിട്ട് കട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ എടുത്ത് വായിലിട്ട്. നിക്ക് നിങ്ങൾ എടുക്കരുത്, എല്ലാവരുടെ കയ്യിലേക്ക് തരും. ഓക്കെ, അടിയിൽ ഇതിങ്ങനെ